മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു. മക്കയിലെ സ്ത്രീകൾ അവർ കൊതിച്ചിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കാൻ. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ മാതാപിതാക്കളുടെ ലാളനവും സ്നേഹവും ലഭിച്ച മറ്റൊരു വ്യക്തി ഖുറൈശികളിൽ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ടായപ്പോൾ ഈ സംസാരം മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിലുമെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് എന്നറിഞ്ഞ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു അവിടേക്ക് ചെന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം അദ്ദേഹത്തിന്റെ മാതാവിന്റെ മനസ്സിലും അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ മനസ്സിലും അത് വല്ലാത്ത ഒരു ദേഷ്യമുണ്ടാക്കി. അവസാനം മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഇരിക്കുന്ന സദസ്സിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹു വരുന്നൊരു രംഗമുണ്ട്. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കീറി പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിൽ ഓർക്കുന്നൊരു ചരിത്രമുണ്ട്. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പുള്ള ജീവിതം എന്നുള്ളത് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഏറ്റവും നല്ല പരിമളം പൂശി ആ മക്കയിലൂടെ സഞ്ചരിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മ പ്രവാചകന്റെ മനസ്സിലേക്ക് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുമ്പൊരു മിസ്അബിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അതെല്ലാം ഉപേക്ഷിച്ചവനാണ് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദീനായിരുന്നു സ്വഹാബാക്കൾക്ക് വലുത്. സമ്പത്തിനേക്കാളിലും സുഖസൗകര്യങ്ങളെക്കാളിലും മറ്റെല്ലാത്തിനെയും കാളിലും അവർ സ്നേഹിച്ചത് ഈ ഇസ്ലാമിനെയായിരുന്നു. അതായിരുന്നു സ്വഹാബാക്കൾ.